Hello everyone, welcome back to the channel psychomuse. ഇന്ന് നമ്മളൊരു പാനക്കോട്ട റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് പാനക്കോട്ട. ഇതിനായിട്ട് നമുക്കൊരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് വേണം. അത് നമുക്ക് കടകളിലൊക്കെ ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. ഇതെന്തിനെങ്ങനെ മുറിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉരുക്കി കിട്ടാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളത്തിൽ കുതിർത്തി വെക്കണം. ചൂടുവെള്ളം വേണ്ട കേട്ടോ, പച്ചവെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി വെക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് വിപ്പിംഗ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വിപ്പിംഗ് ക്രീമിന് 1 ഗ്ലാസ് പാൽ എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. പാലും വിപ്പിംഗ് ക്രീമും ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര നമുക്ക് ചേർക്കണം. അത് ഞാനൊരു 3 to 4 ടീസ്പൂൺ വരെ പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാര മാത്രമേ നമുക്കിതിൽ മധുരം എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മധുരം അതിനനുസരിച്ചിട്ട് ചിലർക്ക് നല്ല മധുരമുള്ള ഒരു ഡെസേർട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ ഒരു 3 to 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇവിടെ നമുക്ക് പാലും ക്രീമും പഞ്ചസാരയും എല്ലാം കൂടി മിക്സ് ചെയ്താൽ തിളച്ച് വരേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി അത് തിളയ്ക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ചൂടായിട്ടുള്ള ഈ പാലിൻ്റെയും ക്രീമിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും മിക്സ് നമുക്ക് ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് പെട്ടെന്ന് അലിഞ്ഞു വരും. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് അലിയിക്കുന്നൊന്നുമില്ല. ഈ പാലിൻ്റെയും ക്രീമിൻ്റെയും മിക്സിൽ തന്നെ കിടന്ന് നല്ല വാമായിട്ടുള്ള ഈ മിക്സിൽ കിടന്ന് ചോക്ലേറ്റ് അലിയും. ഇതേ സമയം നമുക്കിതിലേക്ക് ജലാറ്റിനും ആഡ് ചെയ്യണം. സോ ജലാറ്റിനും ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് നല്ലൊരു ജിഗ്ലി ഫോമാറ്റിൽ നമുക്ക് കിട്ടും. ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ആവാത്ത പോലെ തോന്നും, പക്ഷേ നമുക്കൊരു ഹാൻഡ് വിസ്കർ യൂസ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും അതിൽ ചോക്ലേറ്റൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ടായിരിക്കും. നന്നായി അലിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മളുടെ ഇപ്പോൾ ഒരു മോൾഡ് തന്നെ വേണമെന്നില്ല. അതേപോലെ എൻ്റെ ഇപ്പം ഇങ്ങനത്തെ ഗ്ലാസ് ഉണ്ടായുള്ളൂ, അത് കാരണം കൊണ്ട് ഞാനിത് മോൾഡായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളുടെ പാനക്കോട്ട ഉണ്ടാക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് എല്ലാ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു വെച്ച് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു 3 to 4 മണിക്കൂറാണ് ഇതിൻ്റെ ഫ്രീസിങ് ടൈം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിൽ ഇരിക്കുമ്പോഴുള്ള ഒരു തണുപ്പിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വരില്ല. അപ്പോൾ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചാലും മതി. ഇപ്പം ഞാനൊരു 4 മണിക്കൂറിന് ശേഷം നമ്മളുടെ ചോക്ലേറ്റ് പാനക്കോട്ട പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ഈ ഗ്ലാസ്സിൽ നിന്ന് തന്നെ കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. എന്നിട്ട് കമത്തുമ്പോൾ ഇതേപോലെ ജിഗ്ലി ഫോമാറ്റിൽ നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.